ഇന്നലെ ഉണ്ണിമോളെ ചപ്പാത്തി വരണ്ടോ? ചപ്പാത്തി വരട്ടെ. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ കുഞ്ഞൊരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. ഒരു വൈകുന്നേരം അഥവാ രാത്രി ആ സമയത്ത് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങൾ കാട്ടിത്തരുന്നത്. നല്ല ചക്കി ആട്ടമാവ് കൊണ്ട് ചപ്പാത്തി ആട്ടോ വൈകുന്നേരത്ത് ഞങ്ങളുടെ ഫുഡ്. എനിക്കാണെന്ന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളതും അതുപോലെ ഉണ്ടാക്കാൻ മടിയെന്ന് തന്നെ പറയാം. മടിയാണ്. അതിലുപരി എനിക്ക് ഉണ്ടാക്കിയാൽ കറക്റ്റ് ആവില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയിട്ട് അപ്പം അമ്മയാണ് ചപ്പാത്തി ഉണ്ടാക്കണത്. ഇന്നലെ ഉണ്ണിമോളെ ചപ്പാത്തി വരണ്ടോ? ചപ്പാത്തി വരട്ടെ. ഇതേ കണ്ടില്ലേ, അമ്മ എന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരികയാണ്. ഇത് പ്രത്യേകിച്ച് ഒന്നല്ല പറയുന്നത്. ഞാനിവിടെ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും തുടക്കം മാത്രമായിട്ട് അമ്മ ഉണ്ടാക്കാറുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറ്. അതായത് ഇപ്പോൾ നൂൽപ്പിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പിന്നെ ഫിനിഷ് ആക്കണത് എൻ്റെ പണിയാണ് കേട്ടോ. പക്ഷെ ചപ്പാത്തിയിൽ മാത്രം ഞാൻ കൈ വയ്ക്കാൻ പോയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ. അമ്മ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് നല്ല എക്സ്പേർട്ട്. അത്യാവശ്യം ആ ഒരു കല്ലിൻ്റെ അതേ വലിപ്പത്തിലൊക്കെ അമ്മ ചപ്പാത്തി പരത്താറുണ്ട്. അങ്ങനെ കാണുമ്പോൾ ചില സമയത്ത് എനിക്ക് അസൂയ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെ കറക്റ്റായിട്ട് ഷേപ്പായിട്ട് വരാറില്ല. ഞാൻ ചപ്പാത്തി പരത്തും. പക്ഷെ പരത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പൂരിക്കൊക്കെ പാത്രം വെച്ചിട്ട് ആക്കില്ലേ, അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തയക്കണ വട്ടപാത്രം കൊണ്ടാണ് ഞാൻ കറക്റ്റ് ഷേപ്പ് ആക്കാറുള്ളത്. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. കുക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ അറിയാവുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് ഉണ്ടായിരിക്കും. അപ്പം എനിക്ക് കുക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ല. പക്ഷേ ചപ്പാത്തി പരത്തുക എന്നുള്ളത് മാത്രം ഒരു ടാസ്ക് തന്നെയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാനത് പരീക്ഷിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ചപ്പാത്തി ഇവിടെ എന്നുണ്ടാക്കണോ അന്ന് സനൂനി ഉണ്ടാക്കാൻ കൊടുക്കണം കേട്ടോ. അതൊരു പതിവാണ്. അമ്മയ്ക്ക് സത്യം പറഞ്ഞത് ഇരട്ടിപ്പണിയാണ്. പകുതിയൊക്കെ അവളെടുത്തിട്ട് പരത്തുട്ടാ. ഞാനിതാ വീഡിയോ എടുക്കുമ്പോൾ അമ്മ ഞാനുണ്ടാക്കി ചപ്പാത്തി കാട്ടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ കാട്ടി തരണതാണ് കേട്ടോ. ഒന്നിനും പേടിയില്ലാത്ത കുഞ്ഞാറ്റിക്ക് ചപ്പാത്തി മാവ് കുഴച്ചത് കണ്ടപ്പോൾ ഭയങ്കര പേടിയായി. എന്താണ് കാരണം എന്നൊന്നും അറിയില്ല. നമ്മൾ ആ പാത്രം അവൾക്ക് കൊണ്ടുപോയി കാട്ടി കൊടുക്കുമ്പോൾ ഭയങ്കര പേടിച്ച് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ചപ്പാത്തി പരത്തുന്നത് വരെ അടങ്ങി ഒതുങ്ങി ഇരുന്നു എന്നുള്ളതാണ് സത്യം. അതുണ്ടാക്കി തീരുന്നത് വരെ കസാരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ ഏകദേശം സാനുവൊക്കെ ഉണ്ടാക്കണ നേരത്താണ് കേട്ടോ അവളെന്ന് ഇറങ്ങി വന്നത്. ദേശാന് കുഴച്ച് വെച്ചിരുന്ന ആ മാവില്ല, അതുകൊണ്ട് ഞാൻ ഫിനിഷ് ആക്കിയതാണ്. എങ്ങനെ എന്തൊക്കെയോ ഒരു ഷേപ്പാക്കിയിട്ട് അവൾക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നീ തന്നെ കഴിച്ചാൽ മതി, വേറെ ആർക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഞാൻ പരത്തിയതിൻ്റെ ഒരു ഷേപ്പ് നോക്കിയൊക്കെ. അതാണ് ഞാൻ ചപ്പാത്തി പരത്താത്തത്. വെറുതെ എന്തിനാണ് നമ്മളൊരു പരീക്ഷണത്തിന് നിൽക്കുന്നത്. അമ്മ മാത്രമായിട്ട് പരത്താനും ചൂടാനൊക്കെ ഇരുന്ന സത്യം പറഞ്ഞ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തീരേണ്ട പരിപാടിയാണ്. പക്ഷെ ഞങ്ങളും കൂടി കൈ വെച്ചുകൊണ്ട് അത്യാവശ്യം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1.5 മണിക്കൂറിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അത് അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് ഓരോന്നും സമയം കളയായിരുന്നു കേട്ടോ. അമ്മ അവിടെ ചപ്പാത്തി പരത്തുന്ന സമയം കൊണ്ട് ഞാൻ അപ്പോഴേക്കും കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കിയത്. രാത്രി ആയപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ 2 പേർക്കും അപ്പാപ്പന് മാത്രം മതി. പിന്നെ ആരെയും മൈൻഡില്ല കേട്ടോ. സനക്കുട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കളർ പെൻസിൽ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വാങ്ങി വന്നപ്പോൾ അതാ ഇങ്ങനത്തെ പെൻസിലായി. പക്ഷെ ഇവൾക്ക് നമ്മളിങ്ങനെ ക്രയോൺസ് അല്ല, നമ്മൾ മെഴുക് പോലത്തെ പെൻസിലായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അച്ഛൻ വാങ്ങിക്കൊടുത്തത് ഇങ്ങനത്തെ കേട്ടോ. അതെന്തായാലും നമ്മൾ സനീനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതെന്തായാലും മാറ്റണം. എന്നിട്ട് മെഴുക് പോലത്തെ വാങ്ങണം കേട്ടോ. അതാ അപ്പം വന്നപ്പോഴേക്കും അവളുണ്ടാക്കിയ ചപ്പാത്തി ഓടി വന്ന് കാണിച്ചു കൊടുക്കുന്നതാട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പം എന്തേ ഫോണ് വിളിച്ച് ആകെ ഒരു കാര്യം മാത്രം കേട്ടോ ഇവർക്ക് പറയാനുള്ളൂ, കിൻഡർ ജോയ് കൊണ്ടുവരാൻ. ഇവിടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കിൻഡർ ജോയ് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ അത് വെറുതെ വാങ്ങണത്. അതിലൊന്നുമില്ല. പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു രസം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ കിൻഡർ ജോയ് ഇറങ്ങിയ സമയത്ത് 30 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താ പറയുക, നമുക്കത് വാങ്ങാനായിട്ട് ഭയങ്കര ആഗ്രഹം. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ടൈമിലൊക്കെ ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ വില ആ സമയത്ത് 30 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ സാധനം വാങ്ങുക എന്ന് പറഞ്ഞാൽ വലിയൊരു തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് 50 രൂപയാണ് വില. പിള്ളേർക്ക് അത് ഇഷ്ടമായ കാരണം ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ. കിൻഡർ ജോയ് ടോയ്സ് കൊണ്ട് വീട് നിറഞ്ഞു എന്ന് പറയാം. അത്രയും ടോയ്സാണ് കേട്ടോ. അതിലത്തെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞ് ചെറിയ ഐറ്റംസ്. അവരതിലത്തെ ചോക്ലേറ്റും അതൊക്കെ കഴിച്ച് തീർക്കുന്ന സമയം കൊണ്ട് ഇത് സെറ്റ് ചെയ്യലാണ് എനിക്ക് പണിയുള്ളത്.
അതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് നമുക്ക് അറിയാത്തതൊക്കെ ഉണ്ടെച്ചാൽ നമുക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ വാങ്ങിച്ചതിൽ ഒരു കാറും പിന്നെ എന്താ ഒരു കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് പോലത്തെ പിന്നെ ഒരു മോതിരമാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ആ കിൻഡർ ജോയിയുടെ കൂടെ കിട്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. കുറേയൊക്കെ ഇവർ ഓരോ സ്ഥലത്ത് ഇട്ടിട്ടും അവിടെ കളഞ്ഞിട്ടൊക്കെ അങ്ങനെ കുറേയൊക്കെ മിസ്സായി. കുറേയൊക്കെ ഇവിടെ അനിയൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അപ്പം അതുകൊണ്ട് ഇതാ ഇത്രയൊക്കെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ പുറത്ത് പോയി കഴിഞ്ഞാലും അതുപോലെ പണിയൊക്കെ മാറ്റിയിട്ട് വരുമ്പോൾ എന്ത് പലഹാരം കൊണ്ടുവരികയാണെന്ന് വെച്ചാലും അതിൻ്റെ കൂടെ ഒരു കിൻഡർ ജോയി അല്ലെങ്കിൽ 2 കിൻഡർ ജോയി എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കളിപ്പാട്ടങ്ങൾ. പിന്നെ ഇനി രാത്രി ഫുള്ള് അപ്പാപ്പനും കുട്ടികളും ആയിട്ടുള്ള കളി തന്നെയാണ്. 12 മണി വരെയും ഉറങ്ങിയില്ലെങ്കിൽ ഇവർക്ക് തന്നെയാണ് കേട്ടോ പണി. അച്ഛൻ പിന്നെ അതിനനുസരിച്ച് കളിക്കാനും നിൽക്കും. പിന്നെ അതാ വന്ന് നേരെ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി. ഇതൊരു 1.5 മണിക്കൂറോളം ഉണ്ടാവും കേട്ടോ ഈ സൈക്കിൾ ഓടിക്കൽ. ഇവർക്ക് കളിയാണ്. അപ്പം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സത്യം പറഞ്ഞൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് കേട്ടോ. അവരുടെ എല്ലാ കളിക്കും നിൽക്കണ കാരണം എന്നെക്കാളും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അപ്പാപ്പനോടായിട്ടാണ് കേട്ടോ. പക്ഷേ നമ്മളങ്ങനെ കളിക്കാൻ നിൽക്കില്ല എന്നല്ല, ചില സമയത്ത് എന്താ പറയുക എപ്പോഴും നമുക്ക് ഇവരുടെ കൂടെ കളിക്കാനൊന്നും സമയം കിട്ടാറില്ല. എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇവരുടെ കൂടെ കളിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ അച്ഛൻ പണി മാറ്റി വന്നാൽ ഇവർ തന്നെയല്ലേ ലോകം എന്ന് പറഞ്ഞ പോലെയാണ്. ഇവരായിട്ട് ഫുള്ള് കളിയും ചിരിയും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഏതൊരാൾ അച്ഛനും അമ്മമാരെക്കാട്ടും കൂടുതൽ എനിക്ക് സ്നേഹം എന്നല്ല കെയറിങ് ആയാലും അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അയ്യോ എങ്ങനെ ഉണ്ട് എന്ന് വിളിച്ച് ചോദിക്കുക, അതൊക്കെ എനിക്ക് കൂടുതലായിട്ട് അമ്മമ്മയും അപ്പാപ്പനും അങ്ങനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതിന് മുന്നേ ഒരു വേറൊരാളുടെ വീഡിയോയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവളെക്കാട്ടും കൂടുതൽ സ്നേഹം അവളുടെ അച്ഛനോടും അമ്മയുടെടുത്തുമാണ്. നമുക്ക് സ്നേഹം കുറവോ സ്നേഹം ഇല്ല എന്നൊന്നുമല്ല. പക്ഷെ നമ്മുടെ മക്കൾക്കും നമ്മളോട് തന്നെ ആയിരിക്കും കൂടുതൽ സ്നേഹം. നമ്മൾ ചോദിക്കുമ്പോൾ എന്താ പറയുക ആരെയും ഇഷ്ടം ചോദിച്ചാൽ ചിലപ്പോൾ അമ്മ അച്ഛൻ തന്നെ ആയിരിക്കും പറയുക. ചിലപ്പോൾ എൻ്റെ മാത്രം ഒരു അഭിപ്രായം ആയിരിക്കും. അങ്ങനെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അമ്മമ്മോടും അപ്പാപ്പനോടും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ ഒരു കാര്യം പറയുക, ഇപ്പോൾ ഇവർക്ക് വയ്യായ എന്തെങ്കിലും വന്നാൽ ഏത് നേരം വിളിച്ച് എങ്ങനെയുണ്ട് വയ്യായ ഉണ്ടോ. ഇപ്പം ഞാൻ വോയിസ് എഡിറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ വേറെ പിള്ളേർക്ക് ദിവസത്തിലൊരു 10 തവണയെങ്കിലും അവർ വിളിച്ചുകൊണ്ടിരിക്കും. ആ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് പറയാൻ കാരണം. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ചപ്പാത്തിയും ഇഷ്ടമൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. സനു ഉണ്ടാക്കിയ ചപ്പാത്തി തന്നെയാണ് കഴിച്ചത്. അവൾക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കഴിച്ചത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നുമില്ല, നമ്മുടെ സനുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. എന്താണെന്ന് അറിയില്ല, ഇതിന് മുന്നേ നമ്മൾ ഓട്ടുപാറ ഹോസ്പിറ്റലിൽ ഒരു 5-6 മാസം മുന്നേ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. രാവിലെ ഫുള്ള് എന്താ പറയുക ശരീരം തണുത്തതായിട്ടാണ്. പക്ഷേ രാത്രിയിൽ മാത്രം ചുട്ട് എന്താ പറയുക തീയ പോലത്തെ പനിയാണ് കേട്ടോ രാത്രിയിൽ ഉണ്ടാവാറ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ രാത്രി പനിക്കണേന്ന് അറിയണില്ല കേട്ടോ. നമ്മൾ ഒന്നല്ലെങ്കിൽ രാത്രി ഇങ്ങനെ പേടിപ്പനിയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ചെറുതുരുത്തി ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, വെള്ളം അങ്ങനെ നന്നായിട്ട് കുടിച്ചാൽ മാറുന്നതാണ് കേട്ടോ പറഞ്ഞത്. ഇഞ്ചക്ഷൻ എടുത്ത വിഷമത്തിൽ ആകെ കരഞ്ഞ് പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.